കുറച്ചു നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ പല കോൺഗ്രസ് നേതാക്കളും ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് തുടർക്കഥയായിട്ട് വരികയാണ്. കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിൻ്റെ ഫലമായി അങ്കമാലി അർബൻ സഹകരണ സംഘം പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന PT പോളിനെ മരിച്ച നിലയിൽ ആലുവയിലെ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. സംഘത്തിൽ അഴിമതിയും ക്രമക്കേടും നടന്നുവെന്ന വാർത്തക്കിടയിലാണ് INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റായ പോളിൻ്റെ ദുരൂഹ സാഹചര്യത്തിൽ മരണമുണ്ടായത്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പല വക്താക്കളും ആത്മഹത്യയിലേക്ക് നീങ്ങി. ഇതിൻ്റെ ഇടയിലാണ് പെരിയ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് CPIM പ്രവർത്തകരെ ശിക്ഷിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കോലാഹലം വാർത്താമാധ്യമങ്ങളുടെ എല്ലാ അർത്ഥത്തിലുള്ള ചർച്ചയും പത്രങ്ങളുടെ പേജുകൾ മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്ന പ്രചരണം നടന്നത്. ഈ കാര്യത്തിൽ CPIM ശരിയായ നിലപാട് ആദ്യം മുതലേ സ്വീകരിച്ചിട്ടുണ്ട്. പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കും ഇല്ല. എന്നാൽ CBIയെ ഉപയോഗപ്പെടുത്തി കേസന്വേഷണത്തിൻ്റെ ഭാഗമായി പാർട്ടി നേതാക്കളെ ഗൂഢാലോചന നടത്തിയിട്ടാണ് കൊലപാതകം സംഘടിപ്പിച്ചത് എന്ന രീതിയിൽ പ്രതിയാക്കപ്പെട്ടപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ആ നിലപാടിനെ പാർട്ടി അതിശക്തിയായിട്ട് എതിർക്കുമെന്നും വ്യക്തമാക്കി. എന്നാൽ കോടതി വിചാരണയുടെ ഘട്ടത്തിൽ ഗൂഢാലോചനകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അസന്നിഗ്ധമായി ഇല്ലാത്തതാണ് എന്ന് വ്യക്തമായി. കൊലപാതകവുമായിട്ട് ഈ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്നും രാഷ്ട്രീയമായിട്ട് CBI വന്ന് CPI നേതൃത്വത്തെ കൊലക്കേസിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നടത്തിയ ശ്രമം CBI കോടതിയുടെ വിധി വന്നപ്പോൾ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം അവർക്ക് ഒരു തരത്തിലും പറയാൻ കഴിയാത്ത സാഹചര്യം വന്നു. അങ്ങനെയാണ് കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ സഖാക്കളെ ഇപ്പോൾ കേസിൻ്റെ ഭാഗമാക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും പാർട്ടി ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അത്രയും പോയി രാഷ്ട്രീയമായ ഈ നീക്കത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും എന്ന കാര്യത്തിലൊരു സംശയവും ഇല്ല. അതിൻ്റെ ശേഷമാണ് ഇന്നാണിപ്പോൾ റിജിത്തിൻ്റെ വിധി, റിജിത്ത് കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ വിധി പ്രഖ്യാപിച്ചത്. കുറ്റക്കാരാണെന്ന് മുമ്പ് തന്നെ കോടതി പറഞ്ഞു. ഒരു ചെറുപ്പക്കാരനെ യാതൊരു സംഘർഷവും ഇല്ലാത്ത പാർട്ടി കേന്ദ്രമായ കണ്ണപുരത്ത് മൃഗീയമായി വെട്ടിക്കൊന്ന് 19 വർഷത്തിന് ശേഷമാണ് വിധി വന്നത്. ഇതൊരു വലിയ വാർത്തയാക്കാൻ മാധ്യമങ്ങൾക്ക് മനസ്സില്ല. എന്തേ വാർത്തയാവാത്ത ഒറ്റ കാര്യം, അത് CPIM ആണ്. നേരത്തെ പറഞ്ഞ വാർത്ത അത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഇരട്ടത്താപ്പ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അതേ നിലപാട് ഇപ്പോഴും റിജിത്തിൻ്റെ ഭാഗമായിട്ടുള്ള മതം അത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിധി ഇന്നിപ്പോഴും വന്നു. ജീവപര്യന്തം 9 RSകാരെ ശിക്ഷിച്ചു. നാളെ നോക്കാം നമുക്ക് എന്തായിരിക്കും വാർത്ത. ഒന്നാമത്തെ പേജിൽ വാർത്തയുണ്ടാവുമോ, റിജിത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവുമോ, അല്ല പ്രതികളുടെ ഫോട്ടോ ഉണ്ടാവുമോ, വെണ്ടക്ക തലക്കെട്ടുണ്ടാവുമോ എന്നൊക്കെ നമുക്ക് നോക്കാലോ. 4 ദിവസം ഇനി ചർച്ച നടത്തുമെന്ന് നോക്കാലോ. നിങ്ങളെ എല്ലാം സ്വയം പരിഹാസിയാവുകയാണ്. വാർത്താ ശൃംഖലകൾ യഥാർത്ഥത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാവുകയാണ്. നിങ്ങൾക്ക് ചില പാർട്ടി വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം വലിയ ശക്തിയായ രീതിയിൽ അവതരിപ്പിക്കുക, UDFനും BJPക്കും അനുകൂലമായി വരുന്ന
കാര്യത്തിന് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുക, എതിരായിട്ട് വരേണ്ടുന്ന വാർത്ത വരാതിരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. ഇത്തരത്തിലുള്ള നിലപാടാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, മാധ്യമങ്ങൾ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പറയാതിരിക്കാൻ പറ്റും. ഇന്നലെ പ്രധാനപ്പെട്ട ഒരു പത്രവും ശിക്ഷിക്കാൻ പോകുന്നു എന്ന് കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ചർച്ചയൊന്നും വന്നില്ലല്ലോ ടി വിയിൽ. ആകെ മനോരമയാണ് ഇന്നലെ ചർച്ച നടത്തിയത്. നന്നായി. ബാക്കി എല്ലാവർക്കും വേറെ എന്തൊക്കെയോ വിഷയമായിരുന്നു, ഭയങ്കരമായ വിഷയങ്ങൾ. ഉള്ളതുള്ളതുപോലെ പറയണമല്ലോ. മനോരമയെ ഞാൻ സ്ഥിരമായിട്ട് എതിർക്കുന്നതാണ്. പക്ഷേ അവരിന്നലെ ചർച്ച നടത്തി, അത് അത്രയെങ്കിലും നല്ലത്. ഒരു തരത്തിൽ എല്ലാ രീതിയിലും, ഒരു തരത്തിലല്ല എല്ലാ രീതിയിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അന്ധത ബാധിച്ച ഒരു വാർത്താ ശൃംഖലയാണ് ഭൂരിപക്ഷവും കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുറന്നു കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.